ചാപ്പനങ്ങാടിയിൽ ഒരു ബാപ്പു മുസ്ലിയാരുണ്ട്. ആ മുസ്ലിയാരെ പറ്റി ഒരു മൊയ്ലിയാര് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കുകയും എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം എന്നതിനെ കുറിച്ച്. ചാപ്പനങ്ങാടി വാപ്പനേർ പാപ്പാനെ കുറിച്ച് പറയലുണ്ട്. എനിക്ക് വാപ്പനേർ പാപ്പാന്റെ മുന്നിലേക്ക് പോകാൻ പേടിയിരുന്നു. എന്തുകൊണ്ട്? എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് വാപ്പനേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. ചൊല്ലുമ്പോ എന്ത് ചെയ്യും? ഞാൻ എന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും വാപ്പനേർ പാപ്പ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് വാപ്പനേർ പാപ്പാന്റെ മുന്നിൽ ഇരിക്കാൻ വലിയ പേടിയില്ല. മുന്നിൽ നിന്നിട്ട് പോന്നിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞുവിടാനാണ് പേടി. കാരണം പിന്നെ എന്ത് ചെയ്താലും ചെന്ന വാപ്പനേർ പാപ്പ അതിനെ കുറിച്ചാണ് ചോദിക്കുക. അതുകൊണ്ട് വലിയ പേടിയിരുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അപകടം മനസ്സിലായി. ഞാൻ ഈ സംഭവം ഇവിടെ മരവട്ടത്ത് ഉദ്ധരിച്ചപ്പോൾ ഞാൻ ജനങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു. മനുഷ്യന്റെ വിധിയല്ല മലക്കുകളുടെ വിധി. എല്ലാവർക്കും അറിയാലോ. ഒരു മൊയ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞപ്പോ അപ്പൊ മലക്കുകൾ കാണൂലേ, ആ മനുഷ്യർ കണ്ടാ എന്താ? ഞാൻ ഒരു കാര്യം ചോദിച്ചു നിങ്ങളോട്, മലക്കുകൾ കാണാനുള്ള കരുത്ത് മനുഷ്യർക്കുണ്ട് ഉണ്ടോ? ഇവിടെ ഈ മുസ്ലിയാക്കന്മാര് ജനങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു? ഇതെന്താ പറഞ്ഞേ? ഇത് ചാപ്പനങ്ങാടിയിൽ ഒരു ബാപ്പു മുസ്ലിയാർ, അയാളെ കറാമത്താ പറയുന്നത്. എന്ത് ചെയ്താലും ഞാൻ എന്റെ വകയെ ഒന്നും ഉപയോഗിക്കില്ല, എന്ത് പ്രവർത്തിച്ചാലും ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ അറിയും. അയാളെ മുന്നിലിരിക്കാനല്ല, ഇരുന്ന് പോന്നാൽ ചോദിക്കും. ഞാൻ ചോദിച്ചോട്ടെ, അല്ലാഹ്ക്ക് നൽകിയ സിഫത്തല്ലേ ഇത്? നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അറിയുന്നവനാരാ? ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ, ഹൃദയത്തിലുള്ള അറിയുന്നവൻ അല്ലയാ? അല്ലേ? നിങ്ങൾ പറ, എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ ശിർക്ക് ചെയ്യിപ്പിക്കും? ആലോചിച്ചു നോക്കേ. ഇനിയോ ബാപ്പു മുസ്ലിയാരെ, ചാപ്പനങ്ങാടിക്കാരനായ ബാപ്പു മുസ്ലിയാരെ എന്ത് ചെയ്താലും കാണും. അപ്പൊ അയാൾ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നതോ അതും കാണും. അത്രേ മനുഷ്യന്റെ വിധിയും മലക്കിന്റെ വിധിയും. ഇങ്ങനെ മൊയ്ലിയാരോട് അപ്പൊ മലക്ക് കാണൂലേ? മലക്കിന്റെ വിധിയാണോ മനുഷ്യനെ? ഞാൻ മെനയാന്ന് മറുപടി പറഞ്ഞു. ഇന്നലെ ഖുറാഫിൽ എനിക്ക് മറുപടി പറഞ്ഞു. ഈ മരവട്ടത്ത് ഇൻഷാ അല്ലാഹ് 31 നമ്മൾ 3-ാം റൗണ്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ വിടൂല. ഇവർ ഈ ശിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്നത് നമ്മൾ വിടൂല. വേറൊരു വിരോധം അവരോടില്ല. ഇപ്പൊ പറഞ്ഞെന്താ? നിങ്ങൾ ആലോചിച്ച ഒരു മുസ്ലിയാര് നമ്മൾ ചെയ്യുന്നതൊക്കെ കാണും, അറിയുന്നു, വിശ്വസിക്കൽ ഇസ്ലാമികമായ വിധി എന്ന ചെറുപ്പക്കാരെ, പൊന്നാര മുസ്ലിമീങ്ങൾ എങ്ങനെയൊന്ന് മനസ്സിലാക്കി. ഈ സമുദായം എന്തുകൊണ്ടാണ് അവധിയെ നേരിടുന്നത്? ഈ ശിർക്കാണ് പ്രചരിപ്പിക്കുന്നത്, ഈ കുഫ്റാൻ. നിങ്ങൾക്കറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങനെ ഉണ്ടോ? നിങ്ങൾ പറ നബിയുടെ ഭാര്യയുടെ പേരിൽ വലിയൊരു വ്യഭിചാരാരോപണം ഉന്നയിച്ചു. എല്ലാവർക്കും അറിയാലോ. സൂറത്ത് നൂർ എന്ന് പറഞ്ഞൊരു അധ്യായം ആർക്കറിയാത്തത്? ആ സൂറത്ത് നൂർ പരിശോധിക്കുന്നത് ഇവരെങ്ങോട്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത്? സൂറത്ത് നൂറിലെ 11 മുതൽ 24-31 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പരിശോധിക്കേ. സഫ്വാനുമായി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ ബന്ധപ്പെടുത്തി ഒരു തോന്നിയാസം പ്രചരിപ്പിച്ചപ്പോ റസൂല് പോലും വിശ്വസിച്ചുപോയി. അല്ലേ? പ്രചരണത്തിന്റെ ഊക്ക് കാരണം റസൂല് പോലും വിശ്വസിച്ചുപോയി. അന്ന് അവരുടെ മാല നഷ്ടപ്പെട്ടിട്ട് എല്ലാവരും കരയാണ്. അങ്ങനെയാ നേരം വഴി, അങ്ങനെ ആരോപണം ഉണ്ടായത്. സഫ്വാനും ആയിഷ ബീവി ഒടുവിലായി അവരെ കണക്ട് ചെയ്ത് മുനാഫിക്കുകളെ തോന്നിയാസം പ്രചരിപ്പിച്ചു. നഊദു ബില്ലാഹ്, ഒരിക്കലും ചിന്തിക്കാനാവാത്ത പ്രചരണം. റസൂല് പോലും വിചാരിച്ചു പോയില്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തെറ്റിദ്ധരിച്ചില്ലേ? അവരൊക്കെ മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ വലിയൊരു പ്രവാചകനുണ്ടോ? എന്റെ പുത്തന താടിയിലെ വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? ബാപ്പു മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എല്ലാം കാണും, എല്ലാം അറിയും. എന്ത് പ്രവർത്തി? അല്ലാഹുവിന്റെ റസൂലോ സ്വന്തം ഭാര്യയുടെ പേരിൽ ഒരു വലിയ വ്യഭിചാരാരോപണം പറഞ്ഞിട്ട് നബി പറഞ്ഞോ, ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, മാല നഷ്ടപ്പെട്ടപ്പോ തെരഞ്ഞ് മുഷിഞ്ഞ് നടന്ന് കിട്ടിയില്ല. ഒടുവിൽ ഒട്ടക എഴുന്നേറ്റപ്പാണ് ആ ഒട്ടകത്തിന്റെ അടിയിലുണ്ടായത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോ വരുന്നു. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടുപോൽ കാട്ടിപ്പറഞ്ഞു എന്നും പ്രചരിപ്പിക്കുന്ന ഖുറാഫ മാലകളിലുള്ളതാ, മൊയ്തീൻ മാലയിലുള്ളതാ. ഖുർആന് തുല്യന്നല്ലേ പറഞ്ഞത്? ഖുർആന് പോലെയാണ് എന്നല്ലേ പറഞ്ഞത്? എന്ത് തോന്നിയാസമാണ് ഈ പുരോഹിതന്മാർ കേരള മണ്ണിൽ മനുഷ്യരെ പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവിന്റെ റസൂല് കാത്തു നിൽക്കാൻ അല്ലാഹയെ തറക്കുന്നതുവരെ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്ലേ? നബിക്കോ ഇനി അബൂബക്കർ സിദ്ദീഖാര ലോകത്തിലെ ഏറ്റവും വലിയ വലിയന്റെ മോള്
അതാര്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. അറിയാൻ കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ? ഇല്ല ഇല്ല ഇല്ല. ഇനി എന്തിനധികം, ബദർ യുദ്ധം കഴിഞ്ഞ് 10 സ്വഹാബികളെ മക്കയിലെ സ്ഥിതി വിവരങ്ങൾ അറിയാൻ പറഞ്ഞേച്ചിട്ട് അവരെ ചിറകെട്ടി പിടിച്ചിട്ട് അള്ളാന്റെ റസൂലെ അറിഞ്ഞോ? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടല്ലാതെ റസൂലിന് പറയാൻ കഴിഞ്ഞോ? എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും നിങ്ങൾക്കറിയാലോ, മാരക വിഷം ചേർത്ത് കൊടുത്തിട്ട് ആ വിഷം സഹാബി ഇങ്ങനെ കഴിച്ചിട്ട് നബീന്റെ മുമ്പിൽ പിടച്ചു വീണ് ആ സഹാബി മരിക്കുകയാണ്. റസൂലിന് അറിയാൻ കഴിഞ്ഞോ? സഹോദരങ്ങളെ, ഇതാ ഇവിടെ ഒരു മുസ്ലിയാർ ആരെന്ത് ചെയ്താലും കാണും, ആരെന്ത് ചെയ്താലും അറിയും. അതുകൊണ്ട് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കറിയാലോ, മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു. നബി അറിഞ്ഞോ? സഹാബത്ത് അറിഞ്ഞോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഅദ് റളിയല്ലാഹു കാണുന്നില്ല. റസൂലുള്ളാഹി അറിഞ്ഞോ? റസൂലുള്ളാഹി ആളവിടുകയാണ്. സഹോദരങ്ങളെ, മുഹമ്മദ് നബിയെക്കാളും വലിയ ആളാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരെന്ന് പ്രചരിപ്പിക്കുന്ന ഈ ഖുറാഫാത്ത്, ഈ മുസ്ലിയാക്കന്മാർ, ഈ ബാക്കവിമാർ, ഈ സഖാബിമാർ, ഈ ഫൈസിമാർ, അവരാണ് ഇസ്ലാമിക ലോകത്തിന്റെ അപജയത്തിന്റെ കാരണമെന്ന് തിരിച്ചറിവ് നമുക്ക് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടതില്ലേ?